മരണത്തിന്റെ വാതിലൂടെ നമ്മൾ കടന്നു പോവുക. ഇതിൻ്റെ ഇടയിൽ സഭയിലൂടെ കയറുക. സഭയിൽ ഇടതുഭാഗത്ത് ചിലപ്പോൾ ചതിയൻ നിൽക്കുന്നുണ്ട്, വലതുഭാഗത്ത് സ്നേഹിക്കുന്നവൻ നിൽക്കുന്നുണ്ട്, വേറൊരു ഭാഗത്ത് കുത്തുന്നവൻ നിൽക്കുന്നുണ്ട്, വേറൊരു ഭാഗത്ത് അടിക്കുന്നവൻ നിൽക്കുന്നുണ്ട്. അവൻ അടിച്ചോട്ടെ, വേദന എടുക്കും, പക്ഷെ ഒരടിയല്ലേ ഉള്ളൂ. അവൻ ഇനി നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. അവൻ പാസ് ചെയ്ത് പോയി. അവനോട് പറയാ താങ്ക് യു, ബൈ ബൈ, നീ എനിക്ക് തന്ന ഗ്ലോറിക്കായിട്ട് നന്ദി എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനെ സ്നേഹിക്കേ. അതൊക്കെ ഒറ്റ പ്രാവശ്യമുള്ളൂ. വി ആർ ജസ്റ്റ് പാസിംഗ് ത്രൂ. നമ്മൾ കടന്നു പോവുകയാ, തിരിച്ചു വരുന്നില്ല അങ്ങോട്ടേക്ക്. നമ്മൾ പോവുകയാ, നമ്മൾ യാത്രയായി. യാത്ര. ഗ്ലോറി, ഹല്ലേലൂയ. ഈ യാത്രയിൽ എൻ്റെ സ്ഥാപനം അടിച്ചു മാറ്റിയവരുണ്ട്. ഈ യാത്രയിൽ എൻ്റെ പണം അടിച്ചു മാറ്റിയവരുണ്ട്. ഈ യാത്രയിൽ എന്നെ പലവട്ടം വഞ്ചിച്ചവരുണ്ട്. ഈ യാത്രയിൽ എന്നെ ഇത് വയറ്റിട്ട് ചവിട്ടിപ്പോയവരുണ്ട്. ഇതാ സ്വന്തം അപ്പം തിന്നവരെ നമ്മുടെ നേരെ കുതികാൽ വരുന്ന അവസ്ഥയുണ്ട്. ഈ സംഭവത്തിലൊക്കെ എന്നാ ചെയ്യണം? പ്രതികരിക്കാൻ പോകരുത്. പകരം ഇനിയും ഇത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. ഇതാ കർത്താവ് നമ്മളോട് പറഞ്ഞ്, നിന്റെ ഒരു കരണം തടിക്കുന്നവരെ മറുകരണം കൊടുത്തോ, മറുകരണം കാണിച്ചു കൊടുത്തോ. കാരണം എന്നറിയാമോ? നീ നിന്റെ റൈറ്റ് ദൈവത്തിന് വെച്ചു മാറുകയാ. ന്യായപ്രമാണ പ്രകാരം നിന്റെ ഒരു കരണത്ത് അടിക്കുന്നവരും മറുകരണത്ത് അടിക്കാൻ നിനക്ക് റൈറ്റ് ഉണ്ട്. പക്ഷെ നീ ആ റൈറ്റ് ഉപയോഗിക്കുന്നില്ല. ആ റൈറ്റ്, പ്രതികാരം എന്റേതല്ല, പ്രതികാരം ദൈവത്തിൻ്റെത്. അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. നീ അവനെ സ്നേഹിക്കും, ശത്രുവിനെ സ്നേഹിക്കുക, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ നിങ്ങൾ ചെയ്യണമെന്നറിയാമോ? നിങ്ങളുടേത് പെൻഡിങ് ആയി. എവിടെ? സ്വർഗത്തിൽ. ഇതാ കർത്താവ് യേശുവിന്റെ കാൽവരിയെ കുറിച്ച് സംഭവിച്ചേ. ഒരു പാപവും ചെയ്യാത്ത യേശു മരിക്കാൻ പാടില്ല, പക്ഷെ മരിച്ചു. എന്നെ സംഭവിച്ചു? യേശു ഒന്നും ചെയ്തില്ല. തന്നെ നിന്ദിച്ചവരെ തിരിച്ച് നിന്ദിച്ചില്ല, ഭീഷണം പറഞ്ഞവരോട് തിരിച്ച് ഭീഷണവും പറഞ്ഞില്ല, ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ കാര്യം പരമേൽപ്പിച്ചു. എന്ത് സംഭവിച്ചു? സ്വർഗീയ കോടതി ഇടപെട്ടു. ഗ്ലോറി, ഹല്ലേലൂയ. സകല മാനവ കുലത്തെയും അവരുടെ പാപത്തിന് വിടുവിച്ചു. ഗ്ലോറി. ആരുടെ സഹനത്തിലൂടെ? നമ്മുടെ സഹനത്തിലൂടെ. ഇതാ പൗലോസ് പറയുന്നത് കൊളോസ്യ ലേഖനം 1:24, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായിട്ടുള്ളത് അതാ സഭയാകുന്ന അവന്റെ ശരീരത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജഡത്തിൽ പൂരിപ്പിക്കുന്നു. ഈ ജഡത്തിൽ ഞാൻ സഹിക്കുന്ന കഷ്ടതയാണ് ഈ സഭയുടെ വളർച്ച. അതാണ് പുതിയ വെളിപ്പാടുകൾ, പുതിയ കാര്യങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. ഗ്ലോറി. ഇറ്റ്സ് എ മിനിസ്ട്രി. ഹല്ലേലൂയ. ആ മിനിസ്ട്രിയെ തകർക്കാനാ കാഴ്ചപ്പാടില്ലാത്ത പത്രോസ് പാസ്റ്റർമാർ ഇറങ്ങി തിരിച്ചിരിക്കണേ. നിനക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. യേശു പറഞ്ഞു, ഔട്ട്, പിശാചേ എന്നെ വിട്ടു പോ. നീ ദൈവത്തിൻ്റെതല്ല, മനുഷ്യരുടെ അത്രേ കരുതുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. ഈ ലോകത്തിലെ ജനം പറയും, ഓ നല്ല പാസ്റ്റർ. സ്വർഗം പറയും, യു ആർ നോട്ട് റൈറ്റ്. ഇതൊക്കെ എങ്ങനെ മനസ്സിലാവുന്ന നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? ആദ്യം തന്നെ നമ്മുടെ ഉള്ളില് ഈ വൈറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് അകത്ത് വരണം, ദൈവത്തിന്റെ ഇഷ്ടം വരണം. അതാ ഈ വൈറ്റ് ബാലൻസിങ്. ആദ്യം ഒന്ന് മനസ്സിലാക്കണം, ദൈവം എന്താ ആഗ്രഹിക്കുന്നേ? നമ്മുടെ ശുചീകരണത്തിലൂടെ ദൈവപുത്രന്മാർ വെളിപ്പെടണം. ഇതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് ആദ്യം അകത്ത് വന്നാൽ ഇതാ നമ്മുടെ ഉള്ളിലെ ദൈവത്തിന് അനുരൂപമല്ലാത്ത ചിന്തകളെയും മറ്റുള്ളവർ പ്രസംഗിക്കുമ്പോൾ ദൈവത്തിന് അനുരൂപമല്ലാതെ അവരുടെ സ്വന്തം ഹൃദയത്തിൽ നിന്ന് വരുന്നതിന് നമുക്ക് വിവേചിക്കാൻ പറ്റും. കള്ളനോട്ട് പിടിക്കാൻ ബാങ്കിൽ മിഷനുണ്ട്. ഇതാ ഞാൻ ആ മിഷൻ റിപ്പയർ ചെയ്യുന്ന ആളാണ്. മിഷൻ കൗണ്ട് ചെയ്യുന്ന മിഷൻ. അതിൽ ചെയ്യുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മിഷനിൽ കള്ളനോട്ട് പിടിക്കുന്നത്, മിഷൻ കൗണ്ട് ചെയ്യുന്നതും അതിൽ ഡോളർ കൗണ്ട് ചെയ്യാം, റുപ്പി കൗണ്ട് ചെയ്യാം, ഏതാണ് പ്രോഗ്രാം ചെയ്യണം ആ പ്രോഗ്രാമിലൊക്കെ കൗണ്ട് ചെയ്യാം. ഇതിപ്പോൾ ഇത് ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഈ നോട്ടിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒറിജിനൽ നോട്ട് സ്കാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒറിജിനൽ നോട്ട് സ്കാൻ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ വരുന്ന നോട്ടുകളെയൊക്കെ കമ്പയർ ചെയ്യണത് ഈ ഒറിജിനൽ സ്കാനുമായിട്ടാണ്. മനസ്സിലായോ? ഒറിജിനൽ സ്കാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതുമായിട്ട് ഒക്കാത്തതിനൊക്കെ പിടിക്കും. ഇതേപോലെ ഒറിജിനൽ ദൈവ ഇഷ്ടം നമ്മുടെ അകത്ത് വേണം. നമ്മുടെ ഹൃദയത്തിൽ ഒറിജിനൽ ദൈവ ഇഷ്ടം വേണം, എങ്കിലും ഇതിനെ പിടിക്കാൻ പറ്റൂ. ഈ ബാങ്കിൽ ഇതുപോലത്തെ മിഷനുണ്ട്, പക്ഷേ അത് ഈ ഭൂമിയിലെ പേപ്പറിൻ്റെ മുകളിൽ അശോകചക്രം അടിച്ചതിനെ, മുദ്ര അടിച്ചതിനെ പിടിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഈ സ്വർഗത്തിലെ ദൈവം ആ ദൈവത്തിൻ്റെ ദാസനാണെന്നോ അരുളപ്പാടാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഉള്ളിലും വെളിയിലും ഒക്കെ കാണുന്നതിനെ എങ്ങനെ പിടിക്കും? അതിനാണ് ഇതാ വേറൊരു മിഷൻ കർത്താവ് എനിക്ക് പറഞ്ഞ മിഷനാണ്. ആ മിഷൻ്റെ പേര് ഇവിടെ കിട്ടത്തില്ല, അന്വേഷിച്ച് പോകരുതേ. J717. മിഷൻ്റെ പേര് J717. യോഹന്നാൻ. J എന്ന് വെച്ചാൽ യോഹന്നാൻ, 7 എന്ന് വെച്ചാൽ 7-ാം അധ്യായം, 17 എന്ന് വെച്ചാൽ 17-ാം വാക്യം. യോഹന്നാൻ 7-ാം അധ്യായം 17-ാം വാക്യം. ഗ്ലോറി. ആ മിഷൻ്റെ പേരാ. അവിടെ പറയാണ്
ഒരു ഉപദേശം ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ തിരിച്ചറിയാനായിട്ട് ഒറ്റ വഴിയുള്ളൂ. കുഞ്ഞെ, നീ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഇച്ഛിക്കുന്നവനാണോ എങ്കിൽ നീ തിരിച്ചറിയും ഉപദേശം ദൈവത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ ഒന്ന്. വായിച്ചേ. അവന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ ഈ ഉപദേശം ദൈവത്തിൽ നിന്നുള്ളതോ ഞാൻ സ്വയമായി പ്രസ്താവിക്കുന്നതോ എന്നറിയും. ശ്രദ്ധിച്ചേ, ഇത് വലിയ പാടൊന്നുമില്ല. പക്ഷേ ദൈവ ഇഷ്ടം ആദ്യം അകത്ത് വേണം, ആദ്യം ഒറിജിനൽ അകത്ത് വേണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ, അപ്പൊ അതിന്റെ അർത്ഥം അവന്റെ ഉള്ളിൽ എന്നാ ഉണ്ട്? ദൈവ ഇഷ്ടമുണ്ട്. ഒരു കാര്യം അകത്ത് വരാതെ നമുക്കതിനെക്കുറിച്ച് ആഗ്രഹിക്കാൻ പറ്റുമോ? ഗ്ലോറി. എനിക്കൊരു മൊബൈൽ വേണമെന്ന് ആഗ്രഹം, ഒരു പർട്ടിക്കുലർ മൊബൈൽ. അപ്പോൾ മൊബൈൽ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്, അതകത്ത് വന്നിട്ടുണ്ട്, പിന്നെയാണ് അത് വാങ്ങിക്കാൻ പോണേ. ഇതുപോലെ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഇച്ഛിക്കുന്നവൻ അവൻ തിരിച്ചറിയും ഉപദേശം ദൈവത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ അവൻ തിരിച്ചറിയും. ഗ്ലോറി. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ അകത്തെ ഇഷ്ടം എന്ന് പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, ദൈവിഷ്ടം മാത്രം. എൻ്റെ സ്വന്തം മഹത്വമില്ല, മറ്റൊരു കാര്യങ്ങളില്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണം. ഗ്ലോറി. അതിനുവേണ്ടി ഞാൻ ജീവിക്കണേ. ഗ്ലോറി. ദൈവത്തിൻ്റെ ഇഷ്ടം നടക്കണം. ഞാൻ അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ ആയുധമാ ഭൂമിയിലെ. ഗ്ലോറി. ഹല്ലേലൂയ. അദൃശ്യനായ ദൈവം. നമ്മുടെ ഉള്ളിൽ രണ്ട് ഭാഗങ്ങളുണ്ട്, ശ്രദ്ധിച്ച്, അദൃശ്യവും ദൃശ്യവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ദൃശ്യം, നമ്മുടെ അകമണ്ഡലം അദൃശ്യം. എന്തിനാ അത് അകമണ്ഡലം അദൃശ്യമാക്കിയേ? സ്പിരിറ്റ്, നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒന്നായി തീരുക. കാരണം നമ്മുടെ ആത്മാവാണ് ദൈവത്തിൻ്റെ കസേര, സിംഹാസനം. ഗ്ലോറി. നമ്മുടെ സോളാണ് ഇതാ ആ ഡ്രൈവർ സീറ്റ്. നമ്മുടെ ശരീരമാണ് വാഹനം. ഒരു ഡ്രൈവറോട് ചേർത്ത് സൃഷ്ടിച്ച ഭൂമിയിലെ വാഹനമാണ് മനുഷ്യൻ. ഒരു ഡ്രൈവറോട് ചേർത്ത് സൃഷ്ടിച്ച ഭൂമിയിലെ ദൈവത്തിന്റെ വാഹനമാണ് മനുഷ്യൻ. ഇതിൻ്റെ ഉള്ളിൽ ആരാ സഞ്ചരിക്കണേ? ദൈവം. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളിൽ വസിക്കുകയും നിങ്ങളിൽ നടക്കുകയും ചെയ്യുന്നു. ആമേ. അപ്പോൾ മനുഷ്യൻ നടക്കുമ്പോൾ, ട്രൂ മാൻ നടക്കുമ്പോൾ ദൈവം നടക്കും. ഞാൻ നിങ്ങളിൽ വസിക്കുകയും, ഗ്ലോറി, നിങ്ങളിൽ നടക്കുന്നു. ഗ്ലോറി. ഇത് മലയാളം ബൈബിളിൽ ഈ ഇടയിൽ എന്നൊക്കെയാണ്, ഇടയിലല്ല. ദ റിയൽ ട്രാൻസ്ലേഷനിൽ ഐ ഡോൾ ഇൻ യു ആൻഡ് ഐ വാക്ക് ഇൻ യു. ഞാൻ നിങ്ങളിൽ വസിച്ച് നിങ്ങളിൽ നടക്കുന്നു. ഗ്ലോറി. ഹല്ലേലൂയ. ഒരു ഡ്രൈവറോട് ചേർത്ത് സൃഷ്ടിച്ച ഭൂമിയിലെ ദൈവത്തിൻ്റെ വാഹനമാണ് മനുഷ്യൻ. അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ ആയുധമാണ് മനുഷ്യൻ. സ്വർഗത്തിൻ്റെ ഭൂമിയിലേക്കുള്ള വാതിലാണ് മനുഷ്യൻ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ദൈവദാസന്മാർ, ഇതൊക്കെയാ നമ്മള്. ഹല്ലേലൂയ. നമ്മൾ നിൽക്കുമ്പോൾ സ്വർഗം ഭൂമിയിൽ വിടരും. ഹല്ലേലൂയ. ഒരു റോസാപ്പൂ വിടരുന്നത് പോലെ ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ ചിന്ത, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ആത്മാവ് ഇതെല്ലാം ഭൂമിയിലേക്ക് വ്യാപരിക്കുവാൻ തുടങ്ങും. ഓ ലോർഡ്, ഐ താങ്ക് യു ഫാദർ, ഐ താങ്ക് യു. ഹല്ലേലൂയ. ഇതാ ദൈവത്തിന് വചനം, നിങ്ങൾ ഭൂമിയുടെ ഉപ്പ. നിങ്ങൾ എവിടെയെങ്കിലും ചെന്നാൽ രുചിയില്ലാത്ത മണ്ഡലത്തൊക്കെ രുചി കയറാൻ തുടങ്ങും. ആത്മീയമായി തളർന്നിരിക്കുന്നവർ ആത്മീയമായി ബലപ്പെടാൻ തുടങ്ങുക. കാരണം നിങ്ങൾ ഭൂമിയുടെ ഉപ്പ. സ്വർഗത്തിൽ ഈ ലോകത്തിന്റെ പ്രകാശമാണ്. ഗ്ലോറി. നിങ്ങളിപ്പോൾ ചിന്തിച്ചേ, നിങ്ങൾ രാവിലെ അകത്തേക്ക് കയറിയിരിക്കണ പോലെയാണ് നിങ്ങളുടെ ഹൃദയം ഇപ്പം ഇരിക്കണേ. ഇത്രയും പ്രകാശം. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പൻ്റെ വീട്ടിൽ അപ്പൻ്റെ കൂടെ അങ്ങ് ജീവിച്ചാൽ മതി. ഞാനിത് ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിട്ടുള്ളതല്ല, പക്ഷെ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം 9-ലധികം വർഷങ്ങൾ ഞാൻ ബൈബിൾ കോളേജിൽ പല ഡിപ്ലോമ, ഡിഗ്രി ഒക്കെ ആയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചതല്ല, ഇതൊക്കെ എൻ്റെ അപ്പൻ്റെ കോളേജിൽ നിന്ന് പഠിച്ചതാ. അപ്പൻ്റെ കോളേജിൽ നിന്ന്. ഹല്ലേലൂയ. ആ കോളേജ് ഏത് നേരം എൻ്റെ അകത്തുണ്ട്. ഹല്ലേലൂയ. അത് അകത്തെ മണ്ഡലമാണ്, സ്വർഗരാജ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിരുമ, ഈ ഞാൻ അനുഭവിക്കുന്ന ഈ ഫെസിലിറ്റി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇതിനൊരു ദേവദാസന്റെ പുറകെ ഓടണ്ട. ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്, ഏത് ദേവദാസന്മാർ വന്നാൽ ഉടനെ കൊണ്ട് തലയെ കൊണ്ട് കൈവപ്പിക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ വന്നപ്പോൾ ഞാൻ ആദ്യം ദൈവത്തിൻ്റെ ആത്മാവ് ഹൃദയത്തിൽ പ്രേരിപ്പിച്ചു, കുഞ്ഞെ അങ്ങനെ ചെയ്യരുത്. ആദ്യം ആളാരാന്ന് മനസ്സിലാക്കുക. കാണുന്നതിന് മുമ്പ് തലയെ കൊണ്ട് കൈവയ്ക്കാൻ പറഞ്ഞ കുഞ്ഞെ, ഇത് ഏത് സ്പിരിറ്റാണ് ആ സ്പിരിറ്റിൻ്റെ മുകളിൽ നീ ഏൽപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ചെയ്യരുത്. വേഗത്തിൽ ഒരുത്തൻ്റെ മേലും കൈവയ്ക്കരുത്. വേഗത്തിൽ തലേ കൈവയ്ക്കാൻ ആരെ അനുവദിക്കരുത്. ഗ്ലോറി. അല്ലെങ്കിൽ രണ്ടും സൂക്ഷിച്ചോളണം. അല്ലെങ്കിൽ അന്യൻ്റെ പാപങ്ങളെ കൂട്ടാളികൾ ആകരുത്. ഹല്ലേലൂയ. ചീത്ത റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ വരും. ദൈവത്തിൻ്റെ ആത്മാവല്ല കയറുന്നെങ്കിൽ ചീത്ത റിസൾട്ടിലേക്ക് നമ്മൾ മൂവ് ചെയ്യും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഹാൻഡിൽ ചെയ്യാൻ. നമ്മളെ വിശ്വസ്തതയുള്ള, അതായത് നിങ്ങൾക്കറിയാം ഒരാൾ ആരാന്നാ വാ തുറക്കുമ്പോൾ അറിയാം ഏത് റിവർ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നതെന്നാണ്. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ പുറത്തേക്ക് ഇറങ്ങുക.
ഹല്ലേലൂയ. അത് അടുത്ത് ചെല്ലുന്നവനൊക്കെ ജീവൻ കൊടുക്കും, അകത്തെ തളർന്നിരിക്കുന്നവനൊക്കെ ജീവൻ കൊടുക്കും. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ നാളുകളിൽ അകത്തളം കൊതിക്കണം. ദൈവത്തിന്റെ ആത്മാവേ അങ്ങനോട് സംസാരിക്കണം, അങ്ങന്റെ അകത്ത് വെളിപ്പെടുത്തണം, അങ്ങനോട് സംസാരിച്ചാട്ടെ. അത് ആ തലത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ലോകത്തെ ജയിക്കുന്ന മക്കളായി മാറും. ലോകത്തെ ജയിക്കുന്ന മക്കള്. ഹല്ലേലൂയ. മരണത്തിന്റെ കീഴെ നിങ്ങൾക്ക് ഒന്നിനും താല്പര്യം ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് എല്ലാത്തിന്റെ താല്പര്യം മരണത്തിന്റെ മോളിലാ. ഗ്ലോറി. ഹല്ലേലൂയ. നിങ്ങളോട് വൈരാഗ്യമുള്ളവനെ, നിങ്ങൾ ഇടിച്ചവനെ, നിങ്ങളെ നോവിച്ചവനെ എല്ലാവരോടും നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയും. കാരണം അയ്യോ ഈ മകൻ അറിഞ്ഞുകൂടല്ലോ അവൻ എന്നാ ഈ ചെയ്യണേന്ന്. ഗ്ലോറി. കർത്താവേ അവനോട് ക്ഷമിക്കണമേ. മാത്രമല്ല അവൻ ചെയ്തത് നിങ്ങൾക്ക് ഗ്ലോറിയായി മാറും. അവൻ ചെയ്തത് നിങ്ങൾക്ക് ഗ്ലോറിയായി മാറും. നിങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഗ്ലോറിയായി മാറും. നിങ്ങളെ വഞ്ചിച്ചു പോയത് നിങ്ങൾക്ക് ഗ്ലോറിയായി മാറും. എങ്ങനെ? നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കണം, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഗ്ലോറി. ഒരു നാൾ കഴിയുമ്പോൾ അവൻ സ്വയത്തിന്റെ ഓട്ടോ ഒക്കെ വിട്ട് അവൻ മടങ്ങി വരും. ഗ്ലോറി. ഹല്ലേലൂയ. തലങ്ങൾ, ആത്മമണ്ഡലത്തിലെ തലങ്ങൾ അനവധിയുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയ സ്റ്റെപ്പ് ആത്മമണ്ഡലത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ അറിവില്ലാത്ത ആളുകളെ പല ചോദ്യമാണ്. അവിടെ വചനത്തിൽ ഏത് കുനിപ്പിൽ അതെങ്ങനെ ഒന്നുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒന്നുണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടെന്നുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ആത്മമണ്ഡലത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ തന്നെ ഈ ജനത്തിന് തടസ്സമായി തീരും. കഴിഞ്ഞ മാസം കോട്ടയത്ത് നടന്ന സംഭവം പറയാം. എല്ലാ മാസവും കോട്ടയത്ത് മീറ്റിംഗ് ഉണ്ട്. ഈ കോട്ടയത്ത് മീറ്റിങ്ങിന് നമ്മൾ ചെയ്യുന്നൊരു പരിപാടി ഹീലിംഗ് ട്രെയിനിങ് കൊടുക്കും ജനത്തിന്. കാരണം ഈ സഭകൾ ഹീലിംഗിലേക്ക് പോകുന്നില്ല. കർത്താവിൻ്റെ വചനം ഇറ്റ്സ് എ പാക്കേജ്. ദൈവരാജ്യം പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. ഗ്ലോറി. ഹല്ലേലൂയ. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഒന്ന്, കർത്താവ് പ്രസംഗിക്കാൻ പറഞ്ഞത് മിണ്ടത്തില്ല, ചെയ്യാൻ പറഞ്ഞത് പ്രസംഗിക്കും.